പ്രസിദ്ധ ഹംഗേറിയൻ നാടകകൃത്തായ കരിന്തേയുടെ റീഫണ്ട് എന്ന ഇംഗ്ലീഷ് നാടകത്തിന്റെ സ്വതന്ത്ര മലയാളാവിഷ്കാരമാണ് പുനഃപരീക്ഷ. പഴയ ഗുരുകുല സമ്പ്രദായത്തിൽ നിന്നും പുതുപുത്തൻ ഹൈടെക് വിദ്യാഭ്യാസ രീതിയിൽ എത്തി നിൽക്കുമ്പോൾ നാം പൈതൃകമായി കാത്തു സൂക്ഷിച്ചു പോന്ന ആ നല്ല ഗുരുശിക്ഷ ബന്ധം നമുക്കന്യമായിരിക്കുന്നു. വികല നയങ്ങളാൽ സമ്പന്നമായ വിദ്യാഭ്യാസ രീതി മൂലം ലക്ഷ്യത്തിലെത്താൻ കഴിയാതെ വിഷാദത്തിലമരുന്ന വിദ്യാർത്ഥി സമൂഹം ഈ സാമൂഹിക യാഥാർത്ഥ്യങ്ങളെ തെല്ലി അസാധാരണത്വം കലർത്തി ആക്ഷേപഹാസ്യരൂപേണ ഞങ്ങൾ അവതരിപ്പിക്കുന്നു പുനഃപരീക്ഷ. നാടകത്തിൽ വേഷമിടുന്നവർ ശ്രീ ആർ ഷാജി, ടി കെ ദിനേശൻ, കെ വി അശോകൻ, കെ വി ഷാജി, വി കെ സുധീർ കുമാർ, എം എസ് സുന്ദരൻ, ടി ഡി പറ്റ്നേഷ്, എം എൻ മുരളീധരൻ. ദീപസംവിധാനം രഞ്ജൻ പാലാങ്കടം. സാങ്കേതിക സഹായം മാലു, ഷെബി പി ബി ആൻഡ് ജിത്തു. കോറിയോഗ്രാഫി സബിത സാഹു. വസ്ത്രാലങ്കാരം സെന്തിൽ വിമല വേണുഗോപാൽ. റെക്കോർഡിംഗ് വിഷ്ണു, ഗൗരി ഡിജിറ്റൽ സ്റ്റുഡിയോ വൈക്കം. സഹസംവിധാനം പി കെ ദിനേശൻ. സംവിധാനം ആർ ഷാജി. ഏവരുടെയും സജീവ ശ്രദ്ധയും സഹകരണവും ഒരിക്കൽ കൂടി പ്രതീക്ഷിച്ചുകൊണ്ട് ഞങ്ങൾ തുടരുന്നു പുനഃപരീക്ഷ. വിദ്യാഭ്യാസം സിന്ദാബാദ്, വിദ്യാഭ്യാസം സിന്ദാബാദ്, വിദ്യാഭ്യാസം സിന്ദാബാദ്, വിദ്യാഭ്യാസം സിന്ദാബാദ്. തോറ്റിട്ടില്ല, 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 തോറ്റതിരിത്തം കേട്ടിട്ടില്ല, തോറ്റതിരിത്തം കേട്ടിട്ടില്ല. വിദ്യാഭ്യാസം സിന്ദാബാദ്, വിദ്യാഭ്യാസം സിന്ദാബാദ്, വിദ്യാഭ്യാസം സിന്ദാബാദ്, വിദ്യാഭ്യാസം സിന്ദാബാദ്. അധ്യാപകർ നീതി പാലിക്കുക, അധ്യാപകർ നീതി പാലിക്കുക, അധ്യാപകർ നീതി പാലിക്കുക, അധ്യാപകർ നീതി പാലിക്കുക. വിദ്യാഭ്യാസം, വിദ്യാഭ്യാസം, വിദ്യാഭ്യാസം സിന്ദാബാദ്, വിദ്യാഭ്യാസം, വിദ്യാഭ്യാസം, വിദ്യാഭ്യാസം സിന്ദാബാദ്. അധ്യാപക യൂണിയൻ സിന്ദാബാദ്, അധ്യാപക യൂണിയൻ സിന്ദാബാദ്, അധ്യാപക യൂണിയൻ സിന്ദാബാദ്, അധ്യാപക യൂണിയൻ സിന്ദാബാദ്. UGC ഗ്രാന്റ് ഉടൻ അനുവദിക്കുക, UGC ഗ്രാന്റ് ഉടൻ അനുവദിക്കുക, UGC ഗ്രാന്റ് ഉടൻ അനുവദിക്കുക. UGC ഗ്രാന്റ് ഉടൻ അനുവദിക്കുക. വിദ്യാർത്ഥികൾ നീതി പാലിക്കുക, വിദ്യാർത്ഥികൾ നീതി പാലിക്കുക. ശമ്പള പരിഷ്കരണം ഉടൻ നടപ്പാക്കുക, ശമ്പള പരിഷ്കരണം ഉടൻ നടപ്പാക്കുക. സൂചന മാത്രം, സൂചന മാത്രം. സൂചന കണ്ടു പഠിച്ചില്ലെങ്കിൽ ജനകണ്ടു പഠിച്ചില്ലെങ്കിൽ നരകത്തിന്റെ മുഖം മാറും. നരകത്തിന്റെ മുഖം മാറും. അധ്യാപക യൂണിയൻ സിന്ദാബാദ്, അധ്യാപക യൂണിയൻ സിന്ദാബാദ്, അധ്യാപക യൂണിയൻ സിന്ദാബാദ്. അധ്യാപക യൂണിയൻ സിന്ദാബാദ്. ഹലോ, ഗവൺമെന്റ് കോളേജ് പ്രിൻസിപ്പൽ ഹിയർ. ഓ, വേൾഡ് യൂണിവേഴ്സിറ്റി സർവീസ് സെന്റർ. പിന്നെ സാറേ, ആ UGC ഗ്രാന്റിന്റെ കാര്യം ഒന്ന് ശരിയാക്കി തരണം. ക്യാൻസലായി? ഓ, കമ്മീഷന്റെ ഫ്ലൈറ്റ് ക്യാൻസലായിരുന്നു. പിന്നെ സാറേ, കമ്മീഷൻ വന്നാൽ താമസിക്കാൻ മറ്റൊന്നും പോകണ്ട, എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഉണ്ടല്ലോ. ആ AC-ക്ക് AC, VC-ക്ക് VC, നെറ്റ. എന്റെ പൊന്ന് സാറെ, കമ്മീഷനെ സുഖിപ്പിക്കുന്ന കാര്യം ഞാൻ ഏറ്റന്നേ. പിന്നെ സാറേ,
ആ പ്ലേ ഗ്രൗണ്ടിലുള്ള ഗ്രാൻഡിന്റെ കാര്യം ഒന്ന് ശരിയാക്കി പറയാം. എന്തിനാണ് എങ്കിലും ഒന്ന് പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ. അത് പറയാം സാർ, അത് പറയുന്നു. എന്താ സോറി സർ, അതിവിടെ പറഞ്ഞു. അപ്പൊ ഓഫീസർ എന്താ സാറിനെ കാണാൻ ഒരാൾ പുറത്തു വന്ന് കാത്തു നിൽക്കുന്നു. ഈയോ, ഓഫീസ് സമയങ്ങളിൽ ഞാൻ രക്ഷകർത്താക്കളെ സ്വീകരിക്കണമെന്ന് എനിക്കറിഞ്ഞൂടെ. സമയം നോട്ടീസ് ബോർഡിലുണ്ട്, അയാളോട് നോക്കാൻ പറയും. അയാളെ കണ്ട് ഒരു രക്ഷകർത്താവാണെന്ന് തോന്നുന്നില്ല സാറേ. പിന്നെ ആരെ പത്രക്കാരാണ്? പിന്നെ ടി വിക്കാരാണോ? വരും വരും, ടി വിക്കാരും വരും. പത്രക്കാരും അല്ല, ടി വിക്കാരും അല്ല, പിന്നെ ആരാണോ? സാറേ, അയാൾ എന്നോട് പറഞ്ഞു വിദ്യാധരൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ മതി. വിദ്യാധരൻ ആളെ കണ്ടാൽ എങ്ങനെ? സ്മാർട്ട് ആണോ? അത്ര സ്മാർട്ടൊന്നുമല്ല. ഇവിടെ കണ്ടാലൊരു മണ്ടനെ പോലെങ്കിലും ഉണ്ടോ? നമ്മുടെ ഈ കോളേജിൽ പഠിച്ചാളൊന്നുമല്ല. കോളേജിലൊരു സഞ്ജീവുണ്ട്. അപ്പൊ പിന്നെ VC അല്ല. ഏതായാലും അയാളോട് പിന്നെ വരാൻ മതി. ഞാൻ പറഞ്ഞത് പിന്നെ വരാൻ പറയാൻ. പിന്നെ വരാൻ സാറേ, ഞാൻ പറയാനാട്ടാ. ഞാൻ എന്ത് പറഞ്ഞാലും അയാൾ വള്ളിയിട്ടാ വായിക്കുന്നത്. വള്ളി? ഞാൻ പന എന്ന് പറഞ്ഞപ്പോൾ അയാൾ പനി എന്ന് പറഞ്ഞു. വള്ളിക്കോ? ഞാൻ വല എന്ന് പറഞ്ഞപ്പോൾ അയാൾ വല്ലി എന്ന് പറഞ്ഞു. ഞാൻ പറ എന്ന് പറഞ്ഞാൽ അയാൾ വള്ളി. ഹലോ, ഓ, എഡ്യൂക്കേഷൻ മിനിസ്റ്ററുടെ അണ്ടർ സെക്രട്ടറി. സാറേ, ഞാൻ അങ്ങോട്ട് വിളിക്കാനിരിക്കായിരുന്നു. അതൊക്കെ ആളുകളുടെ കുപ്രചരമല്ലേ സാർ? ഇവിടെ സ്റ്റുഡൻസിനും കോളേജിനും ഒന്നും യാതൊരു പ്രശ്നവുമില്ല. സന്തോഷ വാർത്തയാണ്. നമ്മുടെ ഈ കോളേജിൽ ഏറ്റവും നല്ല വിദ്യാഭ്യാസ സ്ഥാപനത്തിലുള്ള ബഹുമതിയും മാതൃകാ അധ്യാപകനായി എന്നെ തന്നെ തെരഞ്ഞെടുക്കുന്നു. ദൈവമേ, ഞാൻ ദൈവത്തെ വിളിച്ചെടുത്ത്. അപ്പൊ ഓഫീസർ, അയ്യോ, ഇതെല്ലാം റിപ്പോർട്ടിനായി പത്രക്കാരും ടി വിക്കാരും ഇപ്പൊ എത്തുമല്ലോ. ഓക്കെ സാർ, എനിക്ക് പ്രിൻസിപ്പലെ കാണാം. പ്രിൻസിപ്പലെ കാണാം. പ്രിൻസിപ്പലെ കാണാം. എന്താ സാറിന്റെ ഓർമ്മയില്ലേ? ഇല്ല. ഞാൻ സാറിന്റെ ഒരു പൂർവ്വ വിദ്യാർത്ഥി. ഏത് ഇയർ? 93. 93 വിദ്യാധരൻ. വിദ്യാധരൻ 93 വിദ്യാധരൻ. 3 വർഷം സാറിന്റെ വാദം വഴി കെട്ടിയതാണ്. എന്നോട് വേണോ സാറേ ഈ കളി? വിദ്യാധരൻ? അതെ, വിദ്യാധരൻ തന്നെ. ആ വിദ്യാധരൻ ഡിഗ്രി സർട്ടിഫിക്കറ്റുകളൊക്കെ വാങ്ങിയില്ലേ? ഓ, വാങ്ങിയല്ലോ. അതൊക്കെ തിരിച്ചു തരാനാണ് ഇങ്ങോട്ട് വന്നത്. അയ്യോ, തിരിച്ചു തരുവാണ്. വാട്ട് ഡു യു മീൻ മിസ്റ്റർ വിദ്യാധരൻ? ഇവിടെ നിന്നും കിട്ടിയ ബിരുദം കൊണ്ട് എനിക്ക് ജീവിതത്തിൽ ഒരു നേട്ടവും ഉണ്ടായിട്ടില്ല. ഞാനിവിടെ നിന്നൊന്നും പഠിച്ചിട്ടുമില്ല. നിങ്ങൾ എന്നെ ഒരു ചുക്കും പഠിപ്പിച്ചിട്ടുമില്ല. അതിനെ എനിക്കിവിടെ വിദ്യാഭ്യാസത്തിന് ചിലവായ മുഴുവൻ തുകയും തിരിച്ചു കിട്ടണം. അങ്ങനെയാണ് വന്നത്. പഠിക്കാൻ ചിലവായ തുക മുഴുവൻ തിരിച്ചു കിട്ടണമെന്ന്? എന്താ മിസ്റ്റർ വിദ്യാധരൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? എനിക്ക് പഠിക്കാൻ ചിലവായ മുഴുവൻ തുകയും തിരിച്ചിട്ടണമെന്ന്. ഞാനൊരു പണക്കാരനായിരുന്നെങ്കിൽ ഈ തുക ഞാൻ ആവശ്യപ്പെടുമായിരുന്നില്ല. പഠിക്കാൻ എന്ത് പറ്റിയെന്നോ? ഒന്നും പറ്റിയിട്ടില്ല. എനിക്കെന്റെ കാശ് മുഴുവൻ തിരിച്ചു കിട്ടണം. നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? എന്താണ് ഉദ്ദേശിക്കുന്നത്? എന്താ ഉദ്ദേശിക്കുന്നത്? എനിക്കെന്റെ കാശ് മുഴുവൻ തരുമോ സാറേ? നിങ്ങൾ എന്താ അസംബന്ധമായി പറയുന്നത്? അസംബന്ധമോ? ഇതെന്റെ ജീവിത പ്രശ്നമാണ്. ഇവിടെ നിന്ന് കിട്ടിയ സർട്ടിഫിക്കറ്റ് കൊണ്ട് ഒരു തൊഴിൽ തേടി അറിഞ്ഞു നടന്നപ്പോൾ വെളിപാട് പോലെ എന്റെ മനസ്സിൽ തോന്നിയ ആശയമാണിത്. എങ്ങനെ? 1 മണിക്കൂറിന് മുമ്പ് പ്രഗത്ഭരായ ഒരു ഇന്റർവ്യൂ ബോർഡിനെ അഭിമുഖീകരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി സാറേ, ഞാനിവിടെ നിന്നൊന്നും പഠിച്ചിട്ടില്ല. അവൻ എന്നെ പുറത്തേക്ക് എറിഞ്ഞപ്പോൾ എനിക്ക് എന്റെ മനസ്സിൽ കിട്ടിയ ആശയമാണിത്.
അതിനാൽ എനിക്ക് പഠിക്കാൻ ചിലവായ മുഴുവൻ തുകയും തിരിച്ചു കിട്ടിയേ പറ്റുള്ളൂ. ആ പണം കൊണ്ട് ഞാൻ എങ്ങനെയാണ് ജീവിച്ചോളാം? എന്റെ ഇന്നേ വരെയുള്ള ഔദ്യോഗിക ജീവിതത്തിനിടയിൽ ഒരു വിദ്യാർത്ഥിയും ഇങ്ങനെ ഒരാവശ്യം ഉന്നയിച്ചിട്ടില്ല. നിങ്ങളൊരു തമാശക്കാരൻ. ഇതെന്റെ ജീവിതത്തിലെ ഏറ്റവും ഗൗരവമേറിയ കാര്യമാണ്. ഇവിടെ ഈ പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ ഞാൻ നിങ്ങളെ കോടതി കയറ്റും. എന്റെ പണം തട്ടിയെടുത്തു, എന്നെ ഒന്നിന് കൊലാറ്റൂരേക്ക് മാറ്റി. നിങ്ങൾക്ക് ഭ്രാന്താണ്. ഹലോ, ഭ്രാന്താശുപത്രിയാണോ? അല്ല, റോങ് നമ്പർ. എന്റെ കുഞ്ഞെ, നീ ഇപ്പോൾ പോകൂ. ഞാൻ ആലോചിച്ച് പിന്നെ നിന്നെ വിവരം അറിയിക്കാം. പറ്റില്ല. അത്ര പെട്ടെന്ന് നിങ്ങൾ ക്ഷമണമെന്ന് കരുതണ്ട. നമ്മൾ തമ്മിലുള്ള കണക്ക് തീർത്തിട്ട് ഞാൻ ഇവിടുന്ന് പോകുന്നുള്ളൂ. എനിക്കിവിടെ ഒന്നും ലഭിച്ചിട്ടേ ഇല്ല. അത് നിങ്ങൾക്ക് എങ്ങനെ പറയാൻ? എനിക്കൊന്നും അറിഞ്ഞുകൂടായെന്നും ഞാനൊരു മണ്ടനാണെന്നും എന്നേക്കാൾ കൂടുതൽ മറ്റാർക്കാണ് അറിയാൻ കഴിയുക. എനിക്കൊരു പരീക്ഷ എടുത്ത് നോക്കൂ, അപ്പൊ ഞാനത് തെളിയിക്കാം. നിങ്ങൾക്ക് വേണ്ടി ഇനിയും ഒരു പരീക്ഷ നടത്തുകയോ? എന്താ മിസ്റ്റർ വിദ്യാർത്ഥി പറയുന്നത്? എനിക്ക് വേണ്ടി ഒരിക്കൽ കൂടി പരീക്ഷ നടത്തിയ നോക്കൂ. ഏതായാലും ഞാനൊരു സ്റ്റാഫ് മീറ്റിംഗ് വിളിച്ച് കൂട്ടട്ടെ. അതുവരെ നീ പുറത്ത് കാത്തു. പക്ഷേ ഉടനെ വേണം. ഈടോ ഉടനെ എല്ലാ അധ്യാപകരും വരാൻ പറഞ്ഞു. അതിന് ചരിത്രത്തിന്റെ ജീവശാസ്ത്രത്തിന്റെ മാഷന്മാർ വന്നിട്ടില്ല സാറേ. അപ്പൊ വിമലൻ കൈമതി എത്തിയിട്ടില്ലേ? അവര് വന്നായിരുന്നു. രാവിലെ അത് പതിവ് വന്ന് ഒപ്പിട്ടിട്ട് പോവുകയും ചെയ്യും. എടോ, അപ്പൊ പുനഃപരീക്ഷയ്ക്ക് രണ്ട് അധ്യാപകർ ഒപ്പിക്കണല്ലോ. പുനഃപരീക്ഷ? എന്താ സാറേ ഈ പറയണത്? ഏതോ ആ വിദ്യാധരൻ അവൻ ഇനിയും ഒരു പരീക്ഷ നടത്തണമെന്ന് കട്ടായം പറഞ്ഞിരിക്കുകയാണ്. എന്താ മാഷ ഈ പറയണത്? ഈടോ, ഇല്ലെങ്കിൽ അവൻ എന്നെ കൊല്ലും. അവന്റെ ഈ കത്തിയുണ്ടോ? നിങ്ങളേക്ക് വിളിച്ചാല് 100. പോലീസ് സ്റ്റേഷനിലേക്ക്. അപ്പൊ എനിക്ക് ഈ പട്ടം കിട്ടുന്നത് തനിക്ക് തീരെ പിടിക്കുന്നില്ലല്ലേ? പട്ടോ? എന്ത് പട്ടം? ഏടോ, ഈ വർഷത്തെ മാതൃക അധ്യാപകരുടെ സർക്കാർ ബഹുമതി എനിക്കാണോ? ഭഗവാനെ, അതും ഇവിടെ തന്നെയാണോ വന്ന് ഭവിച്ചത്? എന്താണ്? ഒന്നുമില്ലേ. അപ്പൊ പുനഃപരീക്ഷ കണ്ട അധ്യാപകർ ഒപ്പിക്കണോ? ഒപ്പിക്കണം. സാരൊന്ന് ശ്രമിച്ചു നോക്കും. സാറേ നമ്മുടെ മൃഗ ഡോക്ടർ ആണെന്ന് തോന്നുന്നുട്ടാ. ആ വേലിക്കളത്തേക്ക് കയറി പോകണം, കുത്തിവെക്കാനോ മറ്റേ ആണെന്ന് തോന്നുന്നു. വിളിക്കട്ടെ. മൃഗമെങ്കിൽ മൃഗം വിളിക്കണം. പക്ഷേ അപ്പൊ ഒരാളായി ഇന്റർവ്യൂ പോയി താനും കൂടി വേണം. ചരിത്രത്തെ കുറിച്ച് 2 ചോദ്യങ്ങളും തയ്യാറാക്കി. അതിപ്പോ ചോദ്യമൊക്കെ ഞാൻ എങ്ങനെയെങ്കിലും തട്ടിമുട്ടി ഒപ്പിക്കും. നമുക്ക് ചോദ്യമല്ലേ പണിയുള്ളൂ, ഉത്തരം വേണ്ടല്ലോ. അതല്ലല്ലോ ഞങ്ങളുടെ യൂണിയനും മറ്റും ഇടപെട്ട് ആകെ കുലുമാലാവും. മൃഗത്തെ വിളിക്കണോ? അത് ശരി സാർ. ഏടോ, ഇങ്ങോട്ട് വേണോ? എന്താണ് സാറേ? ശരി സാർ. അധ്യാപകർ വരുമ്പോ ഞാൻ എങ്ങനെ ഈ പ്രശ്നം അവതരിപ്പിക്കും? ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, ബഹുമാനപ്പെട്ട പ്രിയപ്പെട്ട അങ്ങോട്ട് അധ്യാപക സുഹൃത്തുക്കളെ, ഞാൻ നിങ്ങളോട് ഇവിടെ വരാൻ പറഞ്ഞതിനാണെന്ന് വെച്ചാൽ നമ്മുടെ മുന്നിൽ വന്നിരിക്കുന്ന അതിവിചിത്രമായ ഒരു പ്രശ്നത്തെ കുറിച്ച് ആലോചിച്ച് തീരുമാനമെടുക്കുന്നതിന് വേണ്ടിയാണ്. തികച്ചും അസാധാരണമായ പ്രശ്നം. എന്റെ ഇന്നേ വരെയുള്ള ഔദ്യോഗിക ജീവിതത്തിനിടയിൽ ഇങ്ങനെ ഒരു സംഗതിയെ കുറിച്ച് കേട്ടറിവ് പോലുമില്ല. ഇനിയുള്ള കാലത്ത് ഇങ്ങനെയൊന്നും കേൾക്കുമെന്നും തോന്നുന്നില്ല. എന്തെന്നാൽ ഇവിടെ ഈ പ്രശ്നത്തെ കുറിച്ച് നമ്മൾ അതീവ ഗൗരവതരമായി ആലോചിക്കുക.
അയ്യോ അവിടെ കഴിഞ്ഞല്ലോ. വരണം മാഷെ. വാ, വാ. ജീവശാസ്ത്ര അധ്യാപകൻ മാഷ. ഇത് സാഹിത്യം മാഷ. സാഹിത്യ പഞ്ചാനനം. അത്ര വലിയ ആളാണോ? ഇത് സംഗീതം മാഷ. ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചർ. മാഷെ ഇത് ചരിത്രം അധ്യാപകം. അപ്പോ എന്തിനാണ് വിളിപ്പിച്ചതെന്ന് പറഞ്ഞു? അത് പറയും. പ്രിയപ്പെട്ട അധ്യാപക സുഹൃത്തുക്കളെ, ഞാൻ നിങ്ങളോടുകൂടെ വരാൻ പറഞ്ഞത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ മുന്നിൽ വന്നിരിക്കുന്ന അതിവിചിത്രമായ ഒരു പ്രശ്നത്തെ കുറിച്ച് ആലോചിച്ച് തീരുമാനമെടുക്കുന്നതിന് വേണ്ടി. എന്തെന്നാൽ ഇത് അസാധാരണവും അത്ഭുതകരവും പ്രവാചകരവും അനുപചനവും അവതരണയും സോറി. ഹലോ, ഭ്രാന്താശുപത്രിയാണോ? അല്ല, റോങ് നമ്പർ. സോറി. എന്നതാ ഇത് അസാധാരണവും അത്ഭുതകരവും പ്രവാചകരവും അനുവചനയും അവരണീയവും അരുതലാണ്. ഞാൻ അത് പറഞ്ഞില്ല. അല്പം മുൻപ് ഒരു പൂർവ്വ വിദ്യാർത്ഥി എന്നെ കാണുമെന്നു. വിദ്യാധരൻ എന്നാണ് അയാളുടെ പേര്. വിദ്യാധരൻ. വിദ്യയെ ധരിക്കുന്നവനാരോ അവൻ വിദ്യാധരൻ. അവൻ എന്റെ മുന്നിലേക്ക് ഒരു ചോദ്യം നൽകുന്നു. എന്റെ ഇന്നേ വരെയുള്ള ജീവിതാനുഭവങ്ങൾക്ക് ഘാട്ടാക്കുന്ന വിരുദ്ധം. അവൻ ഇവിടെ നിന്ന് ഒന്നും പഠിച്ചിട്ടില്ല. നമ്മൾ അവന് ഒന്നും പഠിപ്പിച്ചിട്ടില്ല. അതിനാൽ അവൻ ഇവിടെ പഠിക്കാൻ ചിലവായ മുഴുവൻ തുകയും തിരിച്ചു കൊടുക്കുന്നു. ഇതിനിടയിൽ ഞാൻ ഒരു കാര്യം വിട്ടു. നമ്മുടെ ഈ കോളേജിന് ഏറ്റവും നല്ല വിദ്യാഭ്യാസ സ്ഥാപനത്തിലുള്ള സർക്കാർ ബഹുമതി ലഭിച്ചിരിക്കുന്നു. മാത്രവുമല്ല, മാതൃകാ അധ്യാപകനായി എന്നെ തന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു. ഇതെല്ലാം റിപ്പോർട്ട് ചെയ്യണ പത്രക്കാരൻ ജീവിക്കാൻ ഇപ്പൊ എത്തൂല. അതിനു മുൻപായിട്ട് ആ വിദ്യാർത്ഥിനെ നമുക്കൊന്ന് ഒതുക്കണം. പത്രക്കാരെങ്ങാൻ ഈ വാർത്ത അറിഞ്ഞാൽ അവനിപ്പോൾ പണം തിരികെ ചോദിക്കുന്നത് എന്തിനാണ്? അവന് പണി കിട്ടുന്നില്ല. അത് അവൻ ഒരു മണ്ടനാണ് പോയി. ഈ പ്രശ്നത്തെ നിങ്ങൾ എല്ലാവരും കൂടി എന്നെ ഒന്ന് രക്ഷിക്കണം. സംഗതികളുടെ കാര്യ ഗൗരവത്തെ കുറിച്ച്